ഇതിന്റെ പൈസ ആയിരുന്നു എന്റെ തന്ത തരുവോ? ആദ്യം തരാനുള്ള പറ്റുതാ. രക്ഷിക്കണേ, രക്ഷിക്കണേ. എന്റെ അമ്മോ, ഇതെന്താ എല്ലാരും ഇങ്ങനെ ഓടി വരുന്നത്? ഞാനിതെല്ലാം ഇവിടുന്ന് രക്ഷപ്പെടട്ടെ. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. എന്റെ അമ്മോ, എന്റെ മമ്മി, ഇവന്മാരിങ്ങനെ ഉരുണ്ടുരുണ്ട് എങ്ങോട്ടേ ഓടി വരുന്നത്? സ്റ്റോപ്പ്, സ്റ്റോപ്പ്, ഇൻ ദ നെയിം ഓഫ് ലവ്. വിടില്ല, ഒറ്റൊരുത്തരെ ഞാൻ വെറുതെ വിടില്ല. മോട്ടുപൊത്തലോ നിങ്ങളോ? നിങ്ങൾ എന്തിനാണ് ഇവരോടൊപ്പം ഉരുണ്ടുകൊണ്ട് എന്റെ മീതെ കളിക്കുന്നത്? എന്തിന്? ഇതൊന്നും ഞങ്ങളുടെ തെറ്റല്ല സാർ. ഞങ്ങൾ അങ്ങോട്ട് പോവുമായിരുന്നു, അപ്പൊ ഇവരൊക്കെ ഇങ്ങോട്ട് വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൂട്ടിമുട്ടി. നിങ്ങൾ അങ്ങോട്ട് പോവുമായിരുന്നു, ഞങ്ങൾ ഇങ്ങോട്ട് വരുമായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂട്ടിമുട്ടി. അപ്പൊ നിങ്ങളാണ് ഇതിന്റെ ഉത്തരവാദി, ശരിയല്ലേ? ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഈ വഴിക്ക് വരികയായിരുന്നു. നിങ്ങളാണ് എന്നെ മുട്ടിയത്. അതെ, നിങ്ങളാണ്. ഇപ്പൊ പറയൂ, ആരാണ് കുറ്റവാളി? അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും. ചിങ്കം സാറെ, കൺഫ്യൂഷൻ ആക്കല്ലേ. ഞാൻ പറയണതൊന്ന് കേക്ക്. നിങ്ങള് പോവായിരുന്നു, ഞങ്ങള് വന്ന് നിങ്ങളെ ഇടിച്ച് തള്ളി താഴെ ഇട്ടു. അതെ, നിങ്ങൾ പോകുകയായിരുന്നു, ഞങ്ങള് വരികയായിരുന്നു. അതെ, ഞാൻ വരികയായിരുന്നു. ഞങ്ങള് നിങ്ങളെ ഇടിച്ച് തള്ളി താഴെ ഇട്ടു. അതെ, ഞാൻ വരുമ്പോ നിങ്ങൾ എല്ലാരും തല്ലി താഴെ ഇട്ടു. എന്റെ അമ്മോ, അപ്പൊ ഞാനാണല്ലോ ഇപ്പൊ തെറ്റ് ചെയ്തിരിക്കുന്നത്. സോറി സോറി. എന്നാലും എന്റെ സംശയം ഇതുവരെ തീർന്നിട്ടില്ലല്ലോ. വീണത് ഞാനാണല്ലോ. നമുക്ക് ഒന്നുകൂടി തുടങ്ങാം. സാറ് ഞങ്ങളോട് ക്ഷമ ചോദിച്ചു, ഞങ്ങളത് മാപ്പാക്കുകയും ചെയ്തു. പ്രശ്നം തീർന്നു. ഓക്കെ, നമുക്ക് ഇതോടെ അവസാനിപ്പിക്കാം. പക്ഷേ ഇതിൽ ഞാൻ എങ്ങനെ തെറ്റ് ചെയ്തു? എങ്ങനെ? ഞങ്ങളെ രക്ഷിക്കണേ സാറേ. സാറേ, പുലി ഇറങ്ങിയിട്ടുണ്ട് സാറേ, പുലി. ഞങ്ങളുടെ ആടുകളെയും കോഴികളെയും ഒക്കെ അത് പിടിച്ച് തിന്നാൻ തുടങ്ങിയിരിക്കുക. ഞങ്ങളെ രക്ഷിക്കണം സാറേ. കഴിഞ്ഞാൽ എന്റെ മീതാണ് കേറുന്നത്. ഇറങ്ങ്, താഴെ ഇറങ്ങാൻ വേഗം. ചിങ്കം സാറേ, സാർ എന്തെങ്കിലും നാട്ടുകാരായിട്ട് തമാശ കളിച്ചോണ്ടിരിക്കണോ? അറിഞ്ഞില്ലേ, കാഴ്ച ബംഗ്ലാവിൽ ഒരു പുലി ചാടിയിട്ടുണ്ട്. അത് നമ്മുടെ ഫുർഫുറി നഗരത്തിലെ കറങ്ങിക്കൊണ്ടിരിക്കുക. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി എംപോസിബിൾ. പൊളിച്ചെടുത്തല്ലോ ചിങ്കം സാറേ. നിങ്ങൾ പുലിയെ വീഴ്ത്താൻ നോക്ക്, അല്ലാതെ ഞങ്ങളെയല്ല. പുലിയെ പിടിക്കുന്നത് നിയമപ്രകാരം തെറ്റാണ്. പക്ഷെ ഞാനിതിനെ പിടിച്ച് സൂയിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുപോകും. എന്നെ അതിനെ സഹായിക്കാൻ പോകുന്നത് ഫുർഫുറി നഗരത്തിലെ ഹീറോ മോട്ടു പത്ലു. ദൈവത്തിന്റെ കൈ വളരെ നീളമുള്ളതാണ്. ഇതിന്ന് രക്ഷപ്പെടുന്നത് ബുദ്ധിമുട്ടാണ്. ഇത്രയും കാലം കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അത് കണ്ടു. ഇല്ല, ഞങ്ങൾ ഒരിക്കലും ടൈഗറിനെ പിടിക്കില്ല. അത് ഞങ്ങളെ ലഞ്ചും ഡിന്നറും ഒക്കെ ആക്കും. നോ, താങ്ക് യു. ഈ മുഴുവൻ ഫുർഫുറി നഗരത്തെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ ഞങ്ങളെ ആരാ രക്ഷിക്കുക? പൊളിച്ചെടുത്തല്ലോ. പുലിയെ പിടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടട്ടോ. നിങ്ങളെ ഞാൻ സഹായിക്കാന്നേ. ഓ മോട്ടു, എന്റെ ബ്രദർ, എന്റെ ചങ്ക്. ഓ മോട്ടു, നീ പേടിക്കണ്ട. പുലി 1 മിനിറ്റ് കൊണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ തീർക്കുന്ന പരിപാടി ഞാനിപ്പോ പറഞ്ഞു തരാം. ഇനി നീ കുറച്ചു നാള് പുലിയുടെ വയറ്റിനകത്ത് കിടക്ക മോട്ടു. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്റെ കൂട്ടുകാരാ. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് പുലിയെ പിടിക്കുന്ന വിദ്യ ഞാൻ പറഞ്ഞു തരാം നിനക്ക്. അതും പുലി പോലും അറിയാതെ. മോട്ടു പത്ലു, ഇതിനെ സമ്മതിച്ചോളൂ. 1 മാസം മുഴുവനും ഫ്രീ സമോസ ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരാം. ഫ്രീ സമോസയോ? അത് മാസം മുഴുവനോ? എന്നാ ശരി, സമോസയുടെ കാര്യം ഞങ്ങൾ അല്ലല്ല ഫുർഫുറി നഗരത്തിന്റെ കാര്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അതിൽ യാതൊരു സംശയം വേണ്ട, അല്ലേ പത്ലു? നീ ഇപ്പൊ സമ്മതം പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് അങ്ങനെ പറ്റില്ല എന്ന് പറയാൻ കഴിയും. ശരി, ഡോക്ടർ ജഡ്ക ഒന്ന് പറഞ്ഞതാ, ഈ പുലിയെ പിടിക്കാനുള്ള വഴി എന്താന്ന്. മോട്ടു, എന്റെ ബ്രദറ്, എന്റെ ചങ്ക്, ആ പുലി ആടിനെ പിടിക്കാൻ വരുമ്പോളേ ആട് നിൽക്കുന്ന വലക്കകത്ത് കയറും. അപ്പോ വല അങ്ങോട്ട് വലിക്കണം. അതോടെ പുലി നമ്മുടെ കെണിയിൽ വീഴും. കൊള്ളാം. പുലിയെ പിടിക്കുന്നത് ഇത്രയ്ക്ക് എളുപ്പമാണോ? എന്നാ ശരി, ഞാനങ്ങ് ഇറങ്ങട്ടെ. എന്റെ ഭാഗത്തുനിന്നും വല്ല തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം, നമ്മുടെ ഈ ഫുർഫുറി നഗരത്തിനെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷിക്കണേന്ന്. അല്ല, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഞങ്ങളെ മുകളിലേക്ക് പറഞ്ഞേക്കാനുള്ള പരിപാടിയാണോ? ഡോണ്ട് വറി, ഇയാള് വെറുതെ തമാശക്ക് പറഞ്ഞതല്ലേ. ഫുർഫുറി നഗരം നിങ്ങളീ ചെയ്യുന്ന ത്യാഗം എന്നേക്കുമായി ഓർത്തു വെക്കും.
പത്തുലു, ഈ ഒരു പ്രാവശ്യം നമ്മൾ പുലിയെ പിടിച്ചാൽ പിന്നെ ഈ ഫുർഫുറി നഗരത്തിലെ ഹീറോസ് നമ്മൾ തന്നെയായിരിക്കും. അഥവാ പുലി നമ്മളെയാണ് പിടിക്കുന്നതെങ്കിൽ നമ്മള് രണ്ടാളും അതിന്റെ വയറ്റിനകത്താകും. എന്റെ പത്തില് പുലി നമ്മൾ എന്ത് ചെയ്യാനാ? അതിനോട് വര പറ. ഞാൻ അതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നല്ലൊരു ഇടി കൊടുക്കും. ഇതുപോലെ ഇതുപോലെ. എന്നിട്ട് ഞാൻ അതിനെ ഇങ്ങനെ പൊക്കിയെടുത്ത് താഴോട്ടൊരൊറ്റയേറ്. എന്നിട്ട് അതിന് നെഞ്ചത്ത് കയറി ഇരുന്ന് ഫുർഫുറി നഗരത്തിൽ വന്ന് നീ തോന്നിയാസം കാണിക്കുമെന്ന് അതിനോട് വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. അയ്യോ, ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ എന്തെങ്കിലും ചെയ്. ഐഡിയ. ഉറക്കെ നിലവിളിച്ചോ. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇവിടെ പൊളിച്ചെടുത്തല്ല. എനിക്ക് തോന്നുന്നു ഇവന്മാരല്ല പുലിയെ പിടിച്ചത്, പുലി ഇവന്മാരെയാണ് പിടിച്ചെന്നാ തോന്നുന്നേ. ഞങ്ങളത് താഴെ ഇറക്ക്, താഴെ ഇറക്ക്, ഒന്ന് വേഗം താഴെ ഇറക്ക്. ഇനി ഞങ്ങൾക്ക് പുലിയെ പിടിക്കാൻ വയ്യായേ. പുലിയെ പിടിക്കാൻ വെച്ച കെണിയില് ഞങ്ങള് രണ്ടുപേരും തന്നെ കുടുങ്ങിപ്പോയേ. ഓ മോട്ടു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്റെ ചങ്ക്, ഇപ്രാവശ്യം നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നീ വെറുതെ മരത്തിന് മുകളിൽ ഇരുന്ന് കണ്ടാ മാത്രം മതി. പ്ലാൻ ഞാൻ കണ്ടിട്ടുണ്ടെന്നേ. എന്റെ വത്തിലു, നീ അതിനകത്തിരുന്ന് ആട് കരയുന്ന പോലെ കരഞ്ഞുകൊണ്ടിരിക്കണം. പുലി നിന്നെ കഴിക്കാനായി കൂട്ടിനകത്ത് കയറി ഉടൻ തന്നെ നീ ആ കൂടിന്റെ പുറകുവശത്തുള്ള വാതിലങ്ങടച്ചേക്കണം. പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ സമയത്ത് മരത്തിന്റെ മുകളിലിരിക്കുന്ന മോട്ടു കൂടിന്റെ മുൻഭാഗത്തുള്ള വാതില് ആ കയറഴിച്ച് പൂട്ടുന്നതായിരിക്കും. ഞാൻ തന്നെ എന്തിനാ ആടിന്റെ വേഷം കെട്ടുന്ന? മോട്ടു ആയാലും പോരെ? കാരണം നിനക്ക് കുറച്ച് ധൈര്യം കൂടുതലല്ലേ പത്തിലു, അതുകൊണ്ടാ. ടൈഗറിന് ഡിന്നർ കഴിക്കാനുള്ള സമയമായി കേട്ടോ. എന്ത്? നിങ്ങൾ ഞങ്ങളെ അതിന്റെ ഡിന്നർ ആക്കാനുള്ള പരിപാടിയിലാണോ? പൊളിച്ചെടുത്തല്ലോ. അതിന്റെ അർത്ഥം പുലി അതിന്റെ ഇരയെ തേടി ഈ കൂടിനകത്തേക്ക് വരും. ആ സമയത്ത് കൂടടച്ച് നമ്മൾ അതിനെ പിടിച്ചിരിക്കും. മേ, 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 പത്തുലു, ഇനിയും നല്ലോണം ആടിന്റെ ശബ്ദത്തിൽ കരയി. ഓ പത്തിലു, ആട് കരയുന്ന പോലത്തെ ശബ്ദമുണ്ടാക്കി കരയ്, ഇല്ലെങ്കിൽ പുലി പുറത്തേക്ക് വരില്ല. ഈ സ്വന്തം ഒച്ച എന്നെ പുറത്തേക്ക് വരുന്നില്ല. അപ്പോഴാണോ ആടിന്റെ ശബ്ദം? രക്ഷിക്കണേ. വീടിനകത്തേക്ക് വിട്ടോ. മോട്ടോ ഒന്ന് രക്ഷിക്കേ. പുലി അവനെ വിടറോ. നീ ഒന്നുകൂടെ ജനിക്കണം എന്റെ കൂട്ടുകാരനെ തൊടാൻ. നീ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഞങ്ങൾ ഓടിയത് നിന്നെ പേടിച്ചിട്ടാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചന്തിക്ക് നല്ല പെട തന്നിട്ട് നിന്നെ സൂവിൽ കൊണ്ടുപോയിടും. മേലാൽ എന്റെ കൂട്ടുകാരൻ പത്തുലൂന് തൊട്ട് കളിച്ചോ. മോട്ടു, നീ ഒന്ന് വായടച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. അല്ലെങ്കിൽ അത് വായി തുറന്ന നീ തുറന്ന പോലെ ആവില്ല. ഓ മൈ ഗോഡ്, ഞാനിത് എന്തൊക്കെയാ പറഞ്ഞ്? സോറി ചങ്ങായി, സോറി. വിട്ടോ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. പുലിയെ, ഞാൻ നിയമത്തിന്റെ ഭാഷയിൽ പറയുന്നു, അവിടെ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. എന്തായി വരുന്നത്? രക്ഷിക്കണേ.
രക്ഷിക്കണേ. ചിങ്കൻ സാറേ ആ കൊള്ളാം. ഈ പുലിയെ പിടിച്ച സാറാള് പുലിയാണല്ലോ. ഓ ശരിയാണ്, പുലി എല്ലാവർക്കും പേടിയുള്ള ഒരു മൃഗമാണ്. പക്ഷേ അതിന് ഒരു അബദ്ധം പറ്റിപ്പോയി. അത് ഈ ചിങ്കത്തിനെയാണ് വെല്ലുവിളിക്കാൻ നോക്കിയത്. അതിനറിയില്ലല്ലോ ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. ഞാൻ അതിനെ പുല്ലുപോലെ പിടിച്ചു, എന്നിട്ട് ആ കൂട്ടിനകത്തേക്ക് ഇട്ടു. യെസ്, നിങ്ങളോ? യാ, ഞാൻ തന്നെ. ഞാനാണ് നിങ്ങളുടെയൊക്കെ ജീവൻ രക്ഷിച്ചത്. ഈ ഞാനുള്ളപ്പോൾ ഫുർഫുറെ നഗരത്തിൽ ഒരാപത്തും സംഭവിക്കില്ല. പേടിക്കല്ലേ, എന്നെ കണ്ട് പേടിക്കല്ലേ. ഞാൻ നിങ്ങളുടെയൊക്കെ കൂട്ടുകാരനാണ്. പക്ഷെ അത് ഞങ്ങളുടെ ദോസ്തല്ല. എന്റെ അമ്മോ, ഇത് പുലിയല്ലേ. ആരെങ്കിലും രക്ഷിക്കണേ. Watch India's largest kids library only on Jio Hotstar. Download the app now.